ഭരണാധികാരി എന്നറിയോ? നിന്റെ വീടിന്റെ അകത്തെ ഭരണാധികാരിയാ. നീയാണ് നിന്റെ വീട്ടിലെ ഭരണാധികാരി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മുത്തുനബി പറയുന്നു, സഹാബാ ഇത്തഖുല്ലാഹ ഫിൻ നിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും അല്ലാഹു അത് നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ്. നാളെ പടച്ചവൻ അതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളോട് നെഞ്ചത്തെ കൈവച്ചിട്ട് ചിന്തിക്കുവാപ്പാ, നീ ഒരു നീതിമാനായ ഭരണാധികാരിയാണോ? ഒരു മാതൃകയുള്ള വാപ്പയാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബത്തെ, ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗമുണ്ട്, ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ഏത് ദുആ ചെയ്യുന്നവനെന്നറിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ചവനെ, ഇങ്ങനെ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് മുത്തുനബി വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയമുള്ളവരെ, എന്തേ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. പടച്ചവനെ, നിന്നെ ഭയന്ന് ജീവിക്കുന്ന ഒരു സാലിഹത്തായ ഭാര്യ എനിക്ക് തരണേ തമ്പുരാന്, എനിക്കൊരു നല്ല ഭർത്താവിനെ തരണേ തമ്പുരാന്. എന്നിട്ട് പറയുകയാണ്, അല്ലാഹുവേ, എന്റെ കണ്ണിന് കുളിർമയുള്ള സാലിഹായ സന്താനങ്ങൾ, ദുനിയാവിനും ആഖിറത്തിനും ഉപകരിക്കുന്ന മക്കള്, മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, എന്റെ കബറിന്റെ ചാരത്ത് വന്നിരുന്ന ഖത്തമോദിയിട്ട് പൊട്ടിക്കരഞ്ഞ പടച്ചറപ്പിനോട് എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനങ്ങള് എനിക്ക് തരണേ അല്ലാ. മൂന്നാമത് പറയുന്നത് എന്തെന്നറിയോ? ലിൽ മുത്തഖീന ഇമാമാ. മറന്നു പോകരുത് വാപ്പാ, ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ മക്കളുണ്ടല്ലോ, ഇവർക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകണേ. ഇവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ലിൽ മുത്തഖീന ഇമാമാ. പടച്ചവനെ, ഇവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു വാപ്പയായി എന്നെ നീ മാറ്റിത്തരണേ എന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്ന ഉപ്പമാരോട് നിങ്ങൾ നെഞ്ചത്തെ കൈവച്ചിട്ടൊന്ന് ചിന്തിക്ക്. നീ പടച്ചവനെ മാതൃകയുള്ള ഒരു വാപ്പയാണോ? നീ മാതൃകയുള്ള ഒരു ഉമ്മയാണോ? നിന്നെ കണ്ട് നിന്റെ ഭാര്യയും മക്കളും പഠിച്ച സ്വർഗത്തിൽ പോകുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളോട് നിങ്ങളൊരു മാതൃകാപരനായ ഒരു വാപ്പയാണോ? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാം, മഹാനായ അബൂ വാഇൽ റളിയല്ലാഹു തആല അൻഹു, അബൂ വാഇൽ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. അതാ അബൂ വാഇൽ എന്ന് പറയുന്ന സ്വഹാബി, തന്റെ കൂടെയുള്ള സഹാബികള് എല്ലാവരും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞാണ് പോകുന്നത്. വീടിന്റെ മുന്നിൽ നിന്ന് സലാം പറഞ്ഞു. ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ അകത്താണ്. അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ കേറിയിരിക്കു സഹാബാ. ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ അകത്ത് നിന്ന് മറുപടി പറഞ്ഞു. പക്ഷേ സ്വഹാബത്ത് കേറുന്നില്ല, സഹാബികൾ കേറുന്നില്ല. എല്ലാവരും വീടിന്റെ വെളിയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് പടച്ചവനെ കേറാതെ വന്നപ്പോ ത്ത് ജോലി ചെയ്യുന്ന ഖാദിമായ പെണ്ണുണ്ടല്ലോ, ഫഖറജത്തിൽ ജാരിയ, വീട്ടിലെ വേലക്കാരിയായ പെണ്ണ് ചോദിക്കുന്നു, എന്തേ? ചിന്തിച്ചു നോക്ക്, നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ ഭാര്യ നമസ്കരിക്കാറുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട മക്കളെ നിസ്കരിക്കാറുണ്ടോ? അവരെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കാറുണ്ടോ? എന്തേ അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ആർക്കാ അറിയാത്തത്? ഏതു മനുഷ്യനാണ് അറിയാത്തത്? 7 വയസ്സുള്ളവനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ്. 7
വയസ്സുള്ള മനുഷ്യനോട് ഒരു കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് പറ മനുഷ്യന്മാരെ, എന്ത് ചെയ്യണം? ഒന്ന് ഉറക്കെ പറഞ്ഞ എന്ത് ചെയ്യണം? ഉറക്കെ പറ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്താണ്? തല്ലണം. തല്ലിയിട്ട് നിസ്കരിപ്പിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക്. കാണാനുള്ള കൊതി കൊണ്ട് ഒന്ന് പൊക്കിക്ക്. ഒന്ന് പൊക്ക മനുഷ്യന്മാർ. ഒരു മനുഷ്യനുണ്ട്, അല്ലാഹു 2 പേരായി. കൈ കൂടിപ്പോയ ഒരു 10 പേര്, കൂടിപ്പോയ ഒരു 10 പേര്. ഉമ്മമാരൊന്ന് കൈപൊക്കിക്ക്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ അവിടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ നമ്മള് നീ പറഞ്ഞ നിന്റെ മോൻ കേൾക്കാതെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കഴുത്തിൽ കത്തി വെച്ച് അറുത്തിട്ട് മുറിയാൻ നമ്മളെ കുറിച്ച് അറിയണോണ്ടാ, നമ്മളെ കുറിച്ച് അറിയുന്നത് കൊണ്ടാ. കാരണം എന്തേ? നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലാൻ മനസ്സില്ലാത്ത ഞാനും നിങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മക്കളെ അറുത്തു കൊടുക്കാൻ തയ്യാറാകുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു, അല്ലാഹുവേ, ഒരു വാപ്പയ്ക്ക് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ആര് ദുആ ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്തു, അല്ലാഹ്, ഒരു വാപ്പയ്ക്ക് നീ പടച്ചവനെ നീ ബർക്കത്ത് ചെയ്യണം. മുത്തുനബി ദുആ ചെയ്തു. ഏത് വാപ്പയ്ക്കാന്നറിയോ? തന്റെ മക്കളെ തല്ലി നേരെയാക്കാൻ, തന്റെ മക്കളെ അദബ് പഠിപ്പിക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണ് മുത്തുനബി ദുആ ചെയ്തത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏത് വാപ്പയ്ക്ക്? തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി, നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കാൻ, പറഞ്ഞാൽ അനുസരിക്കാത്തവനെ തല്ലാൻ വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പമാര്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. മക്കളെ തല്ലാൻ വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുള്ളവര് സുലൈമാക്ക, നിങ്ങളും ഇല്ലപ്പാ? എന്റെ പ്രിയമുള്ളവരെ, പണ്ട് വീടിന്റെ അകത്ത് കിടന്ന് ബഹളം വെക്കുമ്പോ ഉമ്മ ചോദിക്കും, അലമാരിയുടെ മൂളി ഇരിക്കുന്നത് കണ്ടോടാ സിറാജെ? കണ്ടുമ്മ. കാരണം എന്തേ? തല്ലാനുള്ള വടി. അതുകൊണ്ട് എന്റെ സഹോദര, നിനക്ക് ബർക്കത്ത് വേണോ? നീ പൈസ കൊടുത്ത് വാങ്ങണ്ട. കാരണം അത് ചെലവഴിക്കാൻ നിനക്ക് വലിയ മടിയാ. നിന്റെ പറമ്പിൽ നിന്ന് ഒരു ഈർക്കലെങ്കിലും ഒടിച്ച് വീടിന്റെ അകത്ത് പോയി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കണം. തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് നസീഹത്ത് കൊടുക്കണം. അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കണം. നീയല്ലേ അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതൊരു വാപ്പയുടെ കടമയാണല്ലോ, ഒരു ഉമ്മയുടെ കടമയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കട്ടെ എന്നല്ല, ഒരു വാപ്പയാണ് തന്റെ പൊന്നാര മക്കളെ ഉപദേശിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത്. നിങ്ങളിൽ ആരാ ഉപദേശിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പാ, നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ ആ സഹാബിയെ പോലെയാകണം, നിങ്ങൾ ആ സ്വഹാബിയെ പോലെയാകണം. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, തൽഖാ അഹദൻ ഹുവ അൻസഹു ലക മിന്നി. അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, വാപ്പ തന്റെ പൊന്നാര മകനെ ഉപദേശിക്കാൻ പോവുകയാണ്. തന്റെ പൊന്നാര മകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? എന്റെ ഉമ്മമാരെ നല്ലതുപോലെ പഠിച്ചോ. മക്കളുള്ള ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് നല്ലതുപോലെ പഠിക്കേണ്ട ഉപദേശമാ. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നീ ഇതുപോലെ ഉപദേശിച്ചിട്ടുണ്ടാകില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്തത് 3 ഉപദേശമാണ്. ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഇദാ അറദ്ത അൻ തുസല്ലി ഫഹ്സിൻ ഉളൂഅക. തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നല്ലതുപോലെ ഒതുവെടുക്കണേ മോനെ. ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം, എന്റെ പൊന്നുമകൻ 5 നേരം നിസ്കരിക്കാൻ തീരുമാനിച്ചാൽ നല്ലതുപോലെ ഒതുവെടുക്കണം, നല്ലതുപോലെ ഒതുവെടുക്കണം. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നറിയോ? എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ,
എന്തിനാണ് വുളുവെടുക്കുന്നതെന്നറിയുമോ? എന്തിനാണ് വുളുവെടുക്കുന്നതെന്നറിയോ? മോനെ, പടച്ച റബ്ബിനെ കാണാനാടാ. എന്തിനാണ് വുളുവെടുക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബിനെ കാണാനാ. ഇന്ന് വരെ എനിക്കും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? മുടിയൊക്കെ നരച്ചു പോയ വാപ്പാ, ഇന്ന് വരെ നിനക്ക് തോന്നിയിട്ടുണ്ടോ നീ വുളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ എന്ന ഒരു ചിന്ത എനിക്കോ നിങ്ങൾക്കോ കടന്നു വന്നിട്ടുണ്ടോ? സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറയുന്നു, മോനെ, വുളുവെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി വേണം വുളുവെടുക്കാൻ. ഒരലസതയും കാണിക്കരുത്, ഒരലംഭാവവും കാണിക്കരുത്. കാരണം എന്തെന്നറിയുവോ? വുളുവില്ലാതെ നമസ്കരിച്ചാൽ, വുളുവില്ലാതെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയാൽ, എന്റെ പ്രിയമുള്ളവരെ, വുളുവിന്റെ മഹത്വമെന്താ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് ഞാനും നിങ്ങളും. എവിടെ കൊണ്ട് കഴുകിക്കളയാറാണ്? അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് ചുംബിച്ചാൽ എല്ലാ പാവങ്ങളും പുറത്തു കളയുമെന്ന് മുത്തുനബി പറയുമ്പോ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ഏതെങ്കിലും ഒരു മനുഷ്യൻ യഥാ വുളുവെടുക്കേണ്ട രീതിയിൽ, വുളുവിന്റെ മര്യാദയോടുകൂടി, അതിന്റെ അദബോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ വുളുവെടുത്താൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒറ്റ വുളുവ് കൊണ്ട് നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് കടന്നു പോവുകയാണ്. മോനെ, വുളുവില്ലാതെ നിസ്കരിക്കല്ലേടാ, വുളുവില്ലാതെ നിസ്കരിക്കല്ലേ. ഓടി വന്ന് തോന്നുന്നത് പോലെ കൈകാലുകൾ ഹൗദിന്റെ അകത്തിട്ട് മുക്കയിട്ട് ചാടിക്കേറിയിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അല്ലാഹനെ കളിയാക്കിയാ അല്ല നിന്നെയും കളിയാക്കുമടാ പൊന്നുമോനെ. അതാ എപ്പോഴാണ് പടച്ച റബ്ബ് നിന്നെ കളിയാക്കുന്നതെന്നറിയോ? അതാ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ നിന്റെ വീടിന്റെ അകത്ത് നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, പറവുപ്പാല ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ ചാരത്ത് വന്ന് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്. നീ കേൾക്കുന്നുണ്ട്, പറയാ നിനക്ക് ആഗ്രഹമുണ്ട്, പറയാ നിന്റെ നാവ് പൊക്കുമ്പോ മഅദല്ലാഹ്, നിന്റെ നാവ് പൊങ്ങൂല, അല്ലാഹ് നിന്നെയും കളിയാക്കി കളയും ചെറുപ്പക്കാരാ. അതുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനോട് പറയുകയാണ്, യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു അൽ മുതവദ്ദിഉ ഫീ മഖാരിഹി. അവിടുന്ന് തന്റെ പൊന്നാര മകനോട് പറയുന്നു, ഏതു പ്രയാസത്തിന്റെ സമയത്ത്, ഏത് കൊടിയ തണുപ്പാകട്ടെ, മോനെ, എത്ര പ്രയാസമുള്ള സമയത്തിലാണെങ്കിലും എന്റെ പൊന്നുമകൻ നല്ലതുപോലെ വുളുവെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ മുടിക്കോട് പള്ളിയുടെ ഖബർസാൽ നിന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിലൂതുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ മുഖമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പഴുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അല്ലാഹുവേ തലയുടെ മുകളിൽ സൂര്യുദിച്ചു നിൽക്കുന്ന ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നിനക്ക് ആ കോടതിയെ കുറിച്ചറിയാമല്ലോ. വല്ലാത്ത ചൂടാണല്ലോ, വല്ലാത്ത ദാഹമാണല്ലോ, വല്ലാത്ത വിശപ്പാണല്ലോ, വിയർപ്പിന്റെ അകത്ത് ജനങ്ങൾ മുങ്ങുന്ന ദിവസമാണല്ലോ, കരഞ്ഞു വിളിക്കുന്ന ദിവസമാണല്ലോ. യാ വൈലത്താ യാ ഖസ്റത്താ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിയിട്ട് പരസ്പരം ശപിക്കുന്ന ദിവസമാണല്ലോ. അന്ന് നിന്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്ന പലരുടെയും തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ. കാരണം അത്രയ്ക്കും ഭയാനകമായ ദിവസമാണ്.
അത്രയ്ക്കും ഭയാനകമായ ദിവസം. തലച്ചോറ് തിളച്ചിട്ട് ഒഴുകുകയാ. ചൂടുള്ള നാളുണ്ട് ഖിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ. വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല അതങ്ങു ചെന്നാൽ കോള. തലച്ചോറ് തിളച്ചിട്ട് ഉരുകുന്ന ദിവസം. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് നേരെ ചൊവ്വ ഒതുവെടുത്ത ചെറുപ്പക്കാരാ. ഇബ്നു അബ്ബാസ് തങ്ങള് മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, പൊന്നുമോനെ, അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത്, പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരും മോനെ. അതുകൊണ്ട് എന്റെ പൊന്നാര മകനുണ്ടല്ലോ, ഒതുവെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി വേണം ഒതുവെടുക്കാൻ. ഇല്ലെങ്കിൽ ഖസറ ദുനിയാ വൽ-ആഖിറ. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും മോനെ. നിന്റെ ആഖിബത്ത് മോശമാകുമടാ. നീ നരകത്തിന്റെ അവകാശിയായി പോകുമടാ. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശമാ. രണ്ടാമത്തതെന്തേ? അവിടെന്ന് പറയുന്നു, മോനെ, സ്വല്ലി സ്വലാത്ത ലാ തറാ അന്നക തുസല്ലി ബഅദഹാ. എന്റെ പൊന്നാര മകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഏതെങ്കിലും ഒരു വഖത്ത് നമസ്കരിക്കണമെന്ന് എന്റെ പൊന്നാര മകന് തോന്നിയാ എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? എങ്ങനെ നമസ്കരിക്കണമെന്നറിയോ? ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാ. ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കിന്ന് കളിയാണ്, നമുക്കിന്ന് ചിരിയാണ്, നമസ്കാരത്തിലാണെന്നുള്ള ചിന്തയില്ല. അല്ലാഹുവേ, ഇമാമതാ പള്ളിയിൽ ഖുർആൻ ഓതുമ്പോ പുറകിൽ നിന്നിട്ട് മറ്റുള്ളവന്റെ ശരീരത്തിട്ട് തട്ടുന്നവരുണ്ട്, മൊബൈൽ എടുത്ത് വെച്ച് കളിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഒറ്റക്കാലിൽ നിന്ന് സർക്കസ് കളിക്കുന്ന ചെറുപ്പക്കാരാ, നമസ്കാരത്തിൽ നിന്ന് മുടി ചീകുന്ന ചെറുപ്പക്കാരാ. എടാ, നമസ്കാരത്തിന്റെ മഹത്വം നിനക്കറിയോ? നിനക്ക് തോന്നുന്നോ വെറുതെയാണെന്ന്? നമസ്കാരം നിനക്ക് കളിയാണെന്ന് തോന്നുന്നോ ചെറുപ്പക്കാരാ? എടാ, മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? ഒരു മനുഷ്യൻ നമസ്കാരത്തിലേക്ക് കൈകെട്ടി, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി, എന്നിട്ട് നമസ്കാരം കടിഞ്ഞ് സലാം വീട്ടുമ്പോ സുബ്ഹാനല്ലാഹ്, ഒന്നുകിൽ നീ സ്വർഗത്തിലാണ്, ഒന്നുകിൽ നീ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ നീ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാപ്പ ആദ്യം പറഞ്ഞു, മോനെ, ഒളുവെടുത്താൽ നല്ലതുപോലെ ഒളുവെടുക്കണം. കാരണം നല്ലതുപോലെ ഒളുവെടുത്തില്ലെങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അല്ല നിനക്കൊരു നല്ല മരണം തരൂല, നിനക്കല്ല ഒരു നല്ല മരണം തരൂല. മോനെ, നല്ലതുപോലെ ഒളുവെടുത്താ നിന്റെ പാപം പൊറുക്കും. അള്ളാനെ കാണാനാണ് ഒളുവെടുക്കുന്നത്. മോനെ, ഒളുവെടുത്താ നാളെ അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരും. രണ്ട്, നിസ്കരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കണം? ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാ മോനെ. കാരണം നമസ്കാരം കഴിഞ്ഞാൽ ഒന്നിയിൽ നീ സ്വർഗത്തില്, അല്ലെങ്കിൽ നീ നരകത്തില്. എല്ലാരും ചോദിക്കും, ഉസ്താദേ, നിസ്കരിക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ മുഴുവനും ഓർമ്മ വരുന്നല്ലോ, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മ വരുന്നല്ലോ. ഇതെങ്ങനെയാണ് ഓർമ്മ വരുന്നത്? അറിയുവോ
പോടാ ചെറുപ്പക്കാരാ, നീ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് ഇബ്ലീസ് വന്ന് നിന്നിട്ട് എല്ലാം പറഞ്ഞു തരുമടാ. നീ മറന്നുപോയ കാര്യങ്ങൾ മുഴുവനും ഇബ്ലീസ് നിന്റെ ചെവിയിൽ പറഞ്ഞു തരുമ്പോ വലതുഭാഗത്തൊരു മലക്ക് നിൽക്കുന്നു. അതാ നിസ്കരിക്കുന്ന എന്നോട് പറയുന്നു, സിറാജ് നീ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? നീ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? എടാ പടച്ച റബ്ബിന്റെ മുന്നിലാടാ സിറാജ്. നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ടടാ. ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ അല്ലാഹുവിന്റെ മുന്നിലാടാ നിൽക്കുന്നത്. ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി എന്ന് പടച്ചവനോട് കരാറ് ചെയ്തവനാടാ സിറാജ്. ഇബ്ലീസ് പറയുന്നത് കേൾക്കല്ലേടാ. പടച്ചവനെ മലക്ക് ഉപദേശിക്കുകയാണ്. അങ്ങനെ നല്ലതുപോലെ നമസ്കരിച്ചിട്ട് സലാം വീട്ടുമ്പോ മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. മലക്കുകൾ കെട്ടിപ്പിടിച്ചിട്ട് പള്ളിയിൽ നിന്ന് യാത്രയാക്കുന്നു. എടാ ശൈത്താനിന്റെ കൂടെ കൂടിയവന് ഈ മലക്ക് പറയുന്നു, എടാ നശിച്ചവര്, എടാ നഷ്ടവാളി, എടാ പരാജയപ്പെട്ടു പോയവര്, അല്ലാഹുവിന്റെ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ. അല്ലാഹുവിന്റെ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ. നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരുണ്ടടാ. അടുത്ത വഖത്തിന് മുമ്പ് നീ മരിച്ചാൽ, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാ നീ നരകത്തിന്റെ അവകാശിയാടാ എന്ന് മലക്ക് ശപിച്ചുകൊണ്ടാണ് ഇറക്കി വിടുന്നതെന്ന് മുത്തുനബി പറയുമ്പോ ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ ഈ നമസ്കാരം കഴിഞ്ഞാ നീ മരിച്ചു പോവുകയാ. ഇനി നിനക്ക് നമസ്കരിക്കാൻ സമയമില്ല, ഇനി നമസ്കരിക്കാൻ ഭാഗ്യമില്ല. അടുത്ത വഖത്തിന് നിന്റെ മയ്യത്താണ് നമസ്കരിക്കുന്നത്. ആ ചിന്തയോടുകൂടി വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാ. മൂന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? എന്റെ മാതാപിതാക്കളെ നല്ലതുപോലെ കേട്ടോ, എന്റെ മാതാപിതാക്കളെ നല്ലതുപോലെ കേട്ടോ. മൂന്നാമത്തെ ഉപദേശം എന്താ? വയ്യാക വത്തബഅ ഫഇന്നഹു ഫഖറൽ ഹാദിരീൻ. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത മൂന്നാമത്തെ ഉപദേശം, മോനെ എന്റെ പൊന്നാര മകനുണ്ടല്ലോ, ഒരിക്കലും മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ഒരിക്കലും എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്. അത്യാഗ്രഹം പാടില്ല മോനെ. വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാ. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് പൊന്നുമോനെ അത്യാഗ്രഹം പാടില്ല. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത ഉപദേശമാ. എങ്കിൽ ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന വാപ്പ എന്നെ ഇത് തന്നെയാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തിനാ ആർത്തി കാണിക്കുന്നത്? എന്തിനാണ് ഈ ആർത്തി കാണിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുകയാ, നിങ്ങൾ അങ്ങനെയാകല്ലേ, നിങ്ങൾ അങ്ങനെയാകല്ലേ. നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയോ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പോലെയാകണം വാപ്പാ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ മരണസമയം അടുത്ത് വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് അബൂദർ തങ്ങൾ ചോദിക്കുന്നു, മക്കള് വാപ്പാന് വെറുപ്പാടോ? വാപ്പയോട് ദേഷ്യമാണോ? ഒരിക്കലും നിങ്ങൾ വാപ്പാന് വെറുക്കല്ല്. വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കൂട്ടി വെച്ചിട്ടില്ല, ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല, പെണ്ണ് പിടിച്ച് തീർത്തതല്ല, പലിശ തിന്ന് തീർത്തതല്ല. മോനെ, വാപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാൽ പാവങ്ങൾക്ക് കൊടുത്തു കളയും മോനെ. എന്റെ കയ്യിൽ ഞാനൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല. എന്നിട്ട് മരിക്കാൻ കിടക്കുന്ന വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ അവസ്ഥ എന്തെന്നറിയോ? ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ
എന്റെ മയ്യത്ത് തുണി വാങ്ങാൻ ഒരു രൂപ എന്റെ കയ്യിലില്ല, ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല, ഒരു നല്ല തുണി വീടിന്റെ അകത്തെടുക്കാനില്ല. ഞാൻ ഇന്ന് മരിച്ചു പോയാൽ എന്റെ മയ്യത്ത് തുണി വാങ്ങാൻ ഒരു 5 നയാ പൈസ എന്റെ കയ്യിലില്ല. 2 മോനെ, ഒരു നല്ല തുണി വെച്ച് പൊതിയാൻ എടുക്കാനും ഈ വീടിന്റെ അകത്തില്ല. വാപ്പാടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് മക്കൾ ഇങ്ങനെ ഇരിക്കുമ്പോ വാപ്പ പറയുകയാ, വാപ്പ മരിച്ചാൽ എന്റെ പൊന്നുമക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കണം, എന്നിട്ട് ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവെക്കണം, ചുമന്ന് വഴിയിൽ കൊണ്ടുവെക്കണം. ഉംറ കഴിഞ്ഞു വരുന്ന ആരെയെങ്കിലും കണ്ടാ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, തുണി വാങ്ങാ പൈസയുമില്ല, തുണിയുമില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കള്. മരിക്കുന്ന സമയത്ത് വാപ്പ കൊടുത്ത ഉപദേശവാ. അതാ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെട്ടു. മക്കള് വാപ്പ പറഞ്ഞതുപോലെ ജനാസ കുളിപ്പിച്ചു, ചുമന്നുകൊണ്ട് വടികൾ കൊണ്ടുവച്ചിട്ട് കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കാത്തു നിന്നു. പടച്ചവനെ അവസാനം നോക്കുമ്പോ ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. ആരാണ് നേതാവ്? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും നടന്നു വന്നു. പടച്ചവനെ, മക്കള് വാപ്പാടെ ചാരത്ത് നിന്നിട്ട് പറയുകയാ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, കഫൻ തുണിയില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാനെ ഇന്ന് കബറടക്കുവോ, അവിടെ നിന്ന് കഫൻ പൊതിഞ്ഞ് കബറടക്കുവോ? പൊന്നാര മക്കള് പറയുമ്പോ സൽമാൻ തങ്ങൾക്ക് അത്ഭുതമായി, പടച്ചവനെ, ആരാ അല്ലാഹ് കഫൻ തുണി പോലും വാങ്ങാ പൈസയില്ലാത്ത, ഒരു നല്ല തുണി പോലും എടുക്കാറില്ലാത്ത മുത്തുനബിയുടെ ഏത് സ്വഹാബിയാണ് മുഖത്തിട്ടിരിക്കുന്ന തുണി അങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂ ദറിൽ ഗിഫാരി അല്ലാഹുവേ, സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് ഉപദേശിക്കണം വാപ്പാ, നിന്റെ പൊന്നാര മക്കളെ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിച്ചു കൊടുക്കണം. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് എന്തെന്നറിയോ? മോനെ, ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴ് അല്ലാഹു നിനക്ക് കിട്ടേണ്ട റിസ്ക് എഴുതിയിട്ടുണ്ട്, നീ കഴിക്കേണ്ട ഭക്ഷണം എഴുതിയിട്ടുണ്ട്, നിനക്ക് കിട്ടേണ്ട പണം എഴുതിയിട്ടുണ്ട്. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നീ അനുഭവിക്കാറുള്ളത് മുഴുവനും അല്ലാഹു നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നപ്പോഴേ എഴുതി വച്ചിരിക്കുകയാ. എന്തിനാടാ പരക്കം പായുന്നത്? എന്തിനാ കിടന്ന് ആക്രാന്തം കാണിക്കുന്നത്? എന്തിനാണ് കിടന്ന് ആർത്തി കാണിക്കുന്നത്? പറഞ്ഞു കൊടുക്കണം വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിനാടാ എളുപ്പം പണമുണ്ടാക്കാറുള്ള വളഞ്ഞ വഴികൾ നോക്കുന്നത്? ഒരു പ്രയോജനവുമില്ല ചെറുപ്പക്കാരാ. അല്ലാഹു നിനക്ക് എഴുതിയത് നിനക്കേ കിട്ടൂ. നീ എത്ര കഷ്ടപ്പെട്ടാൽ നിന്റെ പേരെഴുതാത്തത് നിനക്ക് റബ്ബ് തരൂല മോനെ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്തിനാ നിങ്ങളൊക്കെ ഇതുപോലെ കഷ്ടപ്പെടുന്നത്? രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നത് മക്കള് മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുന്നത് കാണാനല്ലേ? മക്കള് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമേ, അതിനെന്തിനാ വളഞ്ഞ വഴി നോക്കുന്നത്? ആവശ്യമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നത് എന്തിനാണ്? മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? മക്കളെ എങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടോ? അതിന് ഒരേ ഒരു കാര്യം ചെയ്താ മതി, ഒരേ ഒരു നല്ല കാര്യം ചെയ്താ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടണ്ട. എന്തിനാ മാതാപിതാക്കളൊക്കെ ചെറിയ കുട്ടികളോട് ഉപദേശിക്കും? 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്ക് രാവിലെയും വൈകിട്ടും ട്യൂഷൻ, അത് കഴിഞ്ഞ് ഉമ്മ ഇങ്ങനെ കുത്തിയിറക്കാം. എന്നിട്ട് മക്കളോട് പറയും പഠിക്കണം, 1ാം റാങ്ക്. ആരോട്? 10-ാം ക്ലാസ്സുകാരനോടല്ല, ചെറിയ കുട്ടിയോട്. എന്നിട്ട് അവനോട് പറയാം, മോനെ നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാലേ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. എന്റെ ഉമ്മ നീ ആദ്യം പഠിക്കേണ്ടതറിയോ?
നിന്റെ വയറ്റിൽ കിടന്നപ്പോ നിന്റെ മോന്റെ സർവ്വ കാര്യം അല്ല എഴുതി വെച്ചിരിക്കുക. നീ എത്ര പഠിപ്പിച്ചാലും രാവിലെയും വൈകിട്ടും 24 മണിക്കൂറും ട്യൂഷൻ എടുത്തു കൊടുത്താലും അതിലെ ഒരു ചോറ് നിന്റെ മോൻ കൂടുതൽ തിന്നാൻ പറ്റുമോ? ഇല്ല. അല്ല എഴുതി വെച്ചിരിക്കുന്നതാ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾ മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആൻ പറയുന്ന ഒറ്റ കാര്യം ചെയ്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു കാര്യം ചെയ്ത മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ സന്തോഷത്തോടെ എന്റെ പ്രിയമുള്ളവരെ പട്ടിണിയില്ലാതെ കിടക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ എല്ലാരും പേടിയാ ഉസ്താദെ, ഗൾഫൊക്കെ തകർന്നു, കേന്ദ്രത്തിന്റെ ഭരണം അതാണല്ലോ ഇപ്പൊ പറയണേ. ഇപ്പൊ എല്ലാരും എങ്ങനെ ഉസ്താദെ, സാമ്പത്തികമായിട്ട് ഞങ്ങൾ വല്ലാതെ തകർന്നുപോയി, ഗൾഫൊക്കെ തകർന്നു, നാട്ടില് കച്ചവടമില്ല, എല്ലാരും ഓനെയാ കുറ്റം പറയുന്നത്. എല്ലാരും കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും GSTയെയും ഇതൊക്കെയാ കുറ്റം പറയുന്നത്. എന്തിനാ ചങ്ങാതി നീ കുറ്റം പറയുന്നത്? നിന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ള തീരുമാനിച്ച കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനി ലോകത്ത് 3-ാം ലോക ഒരു മഹായുദ്ധം ഉണ്ടായാലും നിന്റെ കുടുംബത്തിൽ ഒരു നഷ്ടം ഉണ്ടാവത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഒരിക്കലും ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ പട്ടിണിയില്ലാതെ മരിക്കുന്നത് വരെ ജീവിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. പൈസ ചെലവില്ലാത്തതാ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നോ വീടിന്റെ പ്രമാണം കൊണ്ട് വിറ്റേക്കണമെന്നൊന്നല്ല. പേടിക്കണ്ട. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു നല്ല കാര്യം പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യാന്നുള്ളവരെ കൊന്ന് കൈപൊക്കി. കൈപൊക്കിക്കോ, ഇല്ലെങ്കിൽ ഈ കൈ വല്ലവന്റെ മുന്നിൽ പോയി നീട്ടേണ്ടി വരും. അത്രയല്ലോ. ഒരൊറ്റ കാര്യം പറയുന്നത് എന്തിനാ? ഈ കൈപൊക്കുന്നത് മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയി നീട്ടാതിരിക്കാനാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിളിക്കുമല്ലോ, ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് 5 നേരം നീ നമസ്കരിച്ചാ, നീ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ ഭാര്യ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ മക്കളെ കൂടെ നിസ്കരിപ്പിക്കട്. നിങ്ങൾ കുടുംബസമേതം നമസ്കരിക്കുന്നവരാണോ? മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നമസ്കരിച്ച മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. കേന്ദ്ര സർക്കാരൊന്നും അല്ലട്ടാ, രാഷ്ട്രീയക്കാരൊന്നും അല്ല. അല്ല പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ. അള്ളാഹു പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ. അള്ളാഹു പറയുകയാ, നീ റിസ്ക് തേടിയിട്ട് നടക്കണ്ട, നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട. നീ നിസ്കരിക്കാത്ത എന്തുകൊണ്ടാ? എടാ, മുടിക്കോട് പള്ളിയിൽ ഇവിടുത്തെ ടൗണിലൊക്കെ എത്രയോ കടകളുണ്ട്. അള്ളാന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ നീ പോകാത്ത എന്തുകൊണ്ടാ? ഉസ്താദെ, ഞാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാ കച്ചവടം നഷ്ടപ്പെട്ടു പോകുമല്ലോ, അതാ നീ പോകാത്ത. അല്ല പറയുകയാ, എടാ നീ തേടിയിട്ട് നടക്കണ്ട, ഞാൻ ആ റാസിക്ക് ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നീ അങ്ങനല്ല. പടച്ചവനെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് കുറ്റിവീടിയും വലിച്ചുകൊണ്ടിരിക്കും, നീ പോകൂല. അള്ളാഹു നീ പോകാതെ വന്നപ്പോ അല്ല എന്ത് ചെയ്തു? വെള്ളപ്പൊക്കം കൊണ്ടുവന്നിട്ട് നിന്റെ വീടേ കാണാനില്ല. അതന്നെ, നിന്റെ വീടിരുന്നത് എവിടാന്ന് വെച്ചാ ഇവിടെ എവിടോ ആണെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ എത്തിച്ചില്ലേ? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. തരാൻ മാത്രമല്ലടാ അള്ളാഹിക്ക് അറിയുന്നത്, എടുക്കാനും അറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ഞെരുക്കത്തിന്റെ കാരണം നിങ്ങൾ തന്നെ. നീ പോക്കറ്റി കയ്യിട്ടോ, അസ്സദഖത്തു റദ്ദുൽ ബലാ. ക്യാൻസർ വന്നിട്ട് വീടിന്റെ പ്രമാണം പള്ളിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം ഉസ്താദേ എന്റെ സമ്പാദ്യം മുഴുവനും പള്ളിക്ക് തരാം, രോഗം മാറ്റിത്തരാൻ പറഞ്ഞാൽ മാറണമെന്നില്ല. 2 കിഡ്നി അടിച്ചുപോയി മാറ്റിവെക്കാൻ 30 ലക്ഷം 40 ലക്ഷം വെച്ചിട്ട് നേരെയാവൂന്ന് വെച്ചാൽ അതും ഇല്ല. അള്ളാഹു അപ്പൊ പറയാ, പടച്ചോനെ ഉസ്താദേ എന്റെ 1 ഏക്കർ പള്ളിക്ക് തരാം. കിഡ്നി തിരിച്ചു വെച്ചാൽ അല്ല തരൂല്ല. മോനെ, അസ്സദഖത്തു റദ്ദുൽ ബലാ. മനസ്സറിഞ്ഞിട്ട് ഉള്ളതിൽ പങ്കു കൊടുക്കടാ. അല്ല നിനക്ക് അങ്ങനെ എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് തട്ടിമാറ്റി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു നല്ല സദഖ അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, ദയാലുവായ അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നോ അല്ലാഹ്
ഈ സദക്ക കൊടുക്കുന്ന കൈ മരിക്കുവോളം ഒരു മനുഷ്യന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ തമ്പുരാന്. അല്ലാഹുവേ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദക്ക കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ, കരിച്ച് കളയണേ അല്ലാ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്തോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് എഴുതിയതേ കിട്ടൂ. ഒരിക്കലും ആർത്തി വെക്കരുത്, ഒരിക്കലും അത്യാഗ്രഹം കാണിക്കരുത്, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാറ്, ഒരു നാട്ടിൽ അല്ലാഹുവിന്റെ അദാബുകൾ ഉണ്ടാകാറ് ഉള്ള ഒന്നാമത്തെ കാരണം എന്തെന്നറിയുമോ? നീതിമാനായ ഭരണാധികാരി ഇല്ലാതെ വരുമ്പോഴാ. അത് ലോകത്താകട്ടെ, രാജ്യത്താകട്ടെ, സംസ്ഥാനത്തിലാകട്ടെ, പള്ളിക്കകത്താകട്ടെ, അല്ലെങ്കിൽ നിന്റെ സ്വന്തം വീടിന്റെ അകത്താകട്ടെ, അവിടെ നീതിയില്ലാതെ വരുമ്പോ, അവിടെ നീതി നടക്കാതെ വരുമ്പോ അല്ലാഹുവിന്റെ അദാബ് നിന്നെ തേടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇന്ന് നാടുകളിൽ കാണാനില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വആലിമുൻ അലാ സബീലിൽ ഹുദാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങള്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങള് ഒരു നാട്ടിലില്ലാതെ വന്നാൽ ആ നാട്ടില് ദുരന്തമുണ്ടാകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങൾ ആരാ? അൽഉലമാ വറസത്തുൽ അംബിയാ. അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങള്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അവരുടെ മഹത്വം നമ്മളിൽ പലർക്കും അറിയാറില്ല. എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ മഹത്വം എന്തെന്നറിയുമോ? അല്ലാഹുവേ, പണ്ടുള്ളവർ പറയുമായിരുന്നു, എന്റെ കുടുംബത്തിൽ ഒരു ആലിമ് വേണം. പണ്ടുള്ളവർക്ക് അങ്ങനെ ഒരു വാശിയുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കതില്ലല്ലോ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികളുണ്ടല്ലോ, ഖബർസ്ഥാനിൽ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു ആലിമ് ഖബറിന്റെ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഇൽമ പഠിച്ച ഹാഫിളീങ്ങളും ആലിമീങ്ങളുമായ നൂറുകണക്കിന് ഹദീസുകൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഉസ്താദന്മാരുണ്ടല്ലോ, ആ ഒരു ആലിമ് അല്ലാഹുവേ പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകാൻ ഖബറിന്റെ അകത്ത് കിടക്കുന്നവർ പോലും ആഗ്രഹിക്കുകയാണ്. കാരണം എന്തെന്നറിയോ? ആലിമിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഖബറാളികൾക്ക് പോലും പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരാ, ആലിമീങ്ങളുടെ മരണമുണ്ടല്ലോ, ഭയക്കണം ചെറുപ്പക്കാരാ, ഭയക്കണം മുസ്ലിമേ, ഞാനും നിങ്ങളും ഭയക്കണം. ആലിമീങ്ങളുടെ മരണമുണ്ടല്ലോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അതാ കാതിബുൽ വഹി എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ്. ആ സ്വഹാബിയുടെ ചാരത്ത് നിന്നിട്ടല്ലേ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, അതാ ഇൽമു അല്ലാഹു തിരിച്ചെടുക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവിടുന്ന്
പറയുകയാ, ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ നാശത്തിന്റെ അടയാളവാ. ഈ ആകാശം മുഴുവനും നക്ഷത്രങ്ങൾ മുഴുവനും നമ്മുടെ തലയിലേക്ക് വീടാ സമയമായി, ഈ ഭൂമി തകരാ സമയമായി. അതിന്റെ അടയാളമാണ് ആലിമീങ്ങളുടെ മരണം. എന്റെ പ്രിയമുള്ളവരെ ഒന്ന് എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ, ഒരു വർഷത്തിന്റെ ഇടയിൽ മരണപ്പെട്ടു പോയ ആലിമീങ്ങളുണ്ടല്ലോ. സംഘടനകൾ പറയേണ്ടതിനപ്പുറത്ത് എന്റെ പ്രിയമുള്ളവരെ, സമസ്തയുടെ 12 13 ആലിമീങ്ങള്, അതുപോലെ പടച്ചവനെ മറ്റ് വിഭാഗങ്ങള്, അല്ലാഹുവേ ആലിമീങ്ങൾ മുഴുവനും ആലിമീങ്ങളാ. അവിടെ സംഘടനയില്ലല്ലോ. അല്ലാഹുവിന്റെ ഇൽമ പഠിച്ച ആലിമീങ്ങള്, അൽഉലമാഉ വറസത്തുൽ അംബിയാ, അവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനന്തരാവകാശികളാ. ഇവരാരും തമ്മിലടിക്കാ പറയുന്നില്ല, ഇവരാരും കളിയാക്കാ പറയുന്നില്ല, ഇവരാരും ഒരുത്തനെയും കുത്തിക്കൊല്ലാ പറയുന്നില്ല. കാരണം അവര് ആലിമാണ്, അവർ അല്ലാഹുവേ ആലിമാണ്. പടച്ചവനെ അവരെ കുറിച്ച് എന്റെ പ്രിയമുള്ളവരെ, അവരുടെ മരണമുണ്ടല്ലോ ഈ ലോകത്തിന്റെ നാശമാണ്, ഈ ലോകത്തിന്റെ നാശമാണെന്ന് ചരിത്രം പറയുമ്പോ ആലിമിന്റെ മഹത്വം പഠിക്കണം മുസ്ലിമേ. എന്റെ പ്രിയമുള്ളവരെ, പക്ഷേ നമ്മളിൽ പലർക്കും അത് തിരിയാറില്ല. ആലിമിന്റെ മഹത്വം എന്താണെന്ന് പഠിക്കണം. അല്ലാഹു